അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ശക്തിയായിരിക്കുന്ന സ്നേഹം വർദ്ധിക്കാൻ, അവർ തമ്മിൽ ഒരു കാലത്തും പിരിയാത്ത രീതിയിലുള്ള ബന്ധം, സ്നേഹബന്ധം നിലനിൽക്കാൻ, എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നിക്കാൻ, ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റു ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി നിൽക്കുന്നവർ തമ്മിൽ സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തെറ്റി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇനി ഒരു കാരണവുമില്ല, രണ്ടുപേരും നല്ല ബന്ധത്തിലാണ് ഉള്ളത് എങ്കിൽ തന്നെ ഒന്നുകൂടെ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഉപകരിക്കുന്ന മുത്തുനബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളും അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ചില മരുന്നുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും കേൾക്കുകയും വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നത് കാണാം, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് ആ പാത്രത്തിൽ വെള്ളം കുടിച്ചാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ വെള്ളം കുടിച്ച അതേ പാത്രം വാങ്ങിയിട്ട് ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുടിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മാംസം കഴിക്കുന്ന സമയത്ത്, ഇറച്ചിയൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലുമായി ഒട്ടി നിൽക്കുന്ന മാംസം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ മാംസം ഞാനിങ്ങനെ കടിച്ച് വലിച്ച് തിന്നുമായിരുന്നു. അങ്ങനെ കഴിക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ആ എല്ല് കഷ്ണം വാങ്ങിയിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ട് ആ എല്ലും കഷ്ണം കടിച്ചു വലിച്ച് അതിലെ മാംസം എടുക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ ജീവിതത്തിൽ കാണാം. മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഞാൻ ഹൈലുകാരിയായിരിക്കുന്ന സമയത്ത് പോലും മുത്തുനബി ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും ഹദീസിൽ. നമുക്ക് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ സ്നേഹം വർദ്ധിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും, ഭാര്യ കഴിക്കുന്നതിൽ നിന്ന് ഭർത്താവ് കഴിക്കുകയും, ഭർത്താവ് കഴിക്കുന്നതിൽ നിന്ന് ഭാര്യ കഴിക്കുകയും, പരസ്പരം ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അവർക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കാൻ കാരണമായിരിക്കുമെന്ന് മുത്തുനബിയുടെ ഈ ഹദീസിൽ നിന്ന്, ഈ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും ഒരേ പാത്രത്തിൽ വെള്ളം കോരിയിട്ട് വീട്ടിൽ നിന്ന് കുടിക്കുമായിരുന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം പെട്ടെന്ന് എടുത്ത് കുടിക്കുമ്പോൾ ഞാൻ പറയും, ദഅലി നബിയെ, എനിക്കുകൂടെ വെള്ളം വേണം, എനിക്കുകൂടെ വെള്ളം വേണം. ഞങ്ങൾ രണ്ടുപേരും ജനാപത്തുകാരാണ്, ഞങ്ങൾ രണ്ടുപേരും ജനാപത്ത് കുളിക്കുന്ന സമയത്ത് ഒന്നിച്ചു കുളിക്കുമായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കുളിക്കുക എന്നുള്ളതും അവർക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കാനും എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഒന്നിക്കാനും അതൊരു കാരണമായി തീരുമെന്ന് മുത്തുനബിയുടെ ഈ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സ്വഭാവവും നാം സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിക്കുക, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഒരേ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കുക. രണ്ടാമത്തത്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കുളിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക. ഇനി അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം.
ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും മനപ്പൊരുത്തവും വർദ്ധിക്കാൻ സ്നേഹം വേണം. അതോടൊപ്പം തന്നെ മനസ്സിന് രണ്ടുപേർക്കിടയിൽ നല്ല പൊരുത്തവും വേണം. അങ്ങനെയാവുമ്പോൾ ആ സ്നേഹത്തിന് നല്ല പത്തര മാറ്റായിരിക്കും. അതിന് ചെയ്യേണ്ടത് രാവിലെ 6 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ യാ റഹ്മാനു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മിനെ ധാരാളമായി ചൊല്ലിയിട്ട് പഞ്ചസാരയിൽ മന്ത്രിക്കുക. ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. അങ്ങനെ പഞ്ചസാരയിൽ മന്ത്രിച്ച് അത് പരസ്പരം കഴിക്കുക. അതല്ലെങ്കിൽ ചായയിൽ കലക്കിയിട്ട് പഞ്ചസാര ചായയിലിട്ട് രണ്ടുപേരും ആ ചായ പരസ്പരം കുടിക്കുക. ഇങ്ങനെ ചെയ്താൽ രണ്ടുപേർക്കുമിടയിൽ അതിയായ സ്നേഹവും മനപ്പൊരുത്തവും വർദ്ധിക്കുമെന്ന് കിതാബുകളിൽ കാണാം. ഇനി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മുത്തുനബി പറയുന്നത് കാണാൻ കഴിയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറിയാൽ അത് അവർക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കാൻ കാരണമായിരിക്കും. എത്ര വലിയ പ്രായമുള്ളവരാണെങ്കിലും ചെറിയവരാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമ്മാനങ്ങൾ വിശേഷ ദിവസങ്ങളിൽ അതുപോലെയുള്ള പ്രത്യേകമായിരിക്കുന്ന സമയങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് സ്നേഹബന്ധം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മുത്തുനബിയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നത് കാണാം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കാൻ അൽ വദൂദ് എന്നുള്ള ഇസ്മ, സ്നേഹനിധി എന്ന അർത്ഥം വരുന്ന അൽ വദൂദ് എന്നുള്ളതായിരിക്കുന്ന ഇസ്മിനെ ഭാര്യയും ഭർത്താവും ചൊല്ലുകയാണെങ്കിൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. മഹാനവറുകൾ പറയുന്നത് കാണാം, ഫമൻ ഖറഅഹു അൽഫ മറത്തിൻ അലാ ത്വആമിൻ, ഒരു ഭക്ഷണത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഒരാൾ 1000 തവണ യാ വദൂദ് എന്നുള്ള ഇസ്മിനെ ചൊല്ലി, അത് ആപ്പിളോ ഈത്തപ്പഴോ അതല്ലെങ്കിൽ മറ്റു ഭക്ഷണ സാധനങ്ങൾ ഏതായാലും ആ ഭക്ഷണ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് 1000 തവണ യാ വദൂദ് എന്ന് ചൊല്ലി, വ അക്കലഹു മഅ സൗജതിഹി, എന്നിട്ട് അത് തൻ്റെ ഇണയോടുകൂടെ അതിനെ ഭക്ഷിക്കുകയും ചെയ്താൽ അവർക്കിടയിൽ അതിയായ സ്നേഹം വർദ്ധിക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ബിസ്മിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, അതുപോലെ തന്നെ കുടുംബങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും അനൈക്യങ്ങളും ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ട് അവർ സന്തോഷത്തിലാകും. ഇങ്ങനെ 21 തവണ പല സമയങ്ങളിലായി 21 തവണ ഇങ്ങനെ ചെയ്യണമെന്നും ചില മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ പല തെറ്റിദ്ധാരണകൾ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ കബീറു യാ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വാക്കേറ്റവും തർക്കവും ഒക്കെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് യാ കബീറു യാ അല്ലാ എന്ന ഇസ്മിനെ 1000 തവണ ഭക്ഷണ സാധനത്തിന്മേൽ മന്ത്രിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനൈക്യങ്ങളൊക്കെ നീങ്ങി അവർ തമ്മിൽ ഒന്നിക്കുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. ഇത് മഹാന്മാർ പഠിപ്പിച്ചു തന്നത് കാണാം. അതുപോലെ തന്നെ ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഇങ്ങനെ ചെയ്താൽ ഫലം ലഭിക്കുമെന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയ്യത്തും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.